ഇതിനകത്ത് എങ്ങനെയാണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫിക്കേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. 2 ഡയോഡ് എടുക്കുക. എടുത്ത് ഈ ലൈനുള്ള ഭാഗം ഒരുമിച്ച് നമ്മളിങ്ങനെ പിരിച്ചെടുക്കുന്നു. അടുത്ത 2 ഡയോഡ് നമ്മൾ എടുക്കുന്നു. അതിന്റെ ആനോഡ് സൈഡ്, അതായത് ഈ ലൈൻ ഇല്ലാത്ത 2 സൈഡ് നമ്മൾ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് 2 ഡയോഡ് സെറ്റുകളായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഒരു കാഥോഡും ഒരു ആനോഡും വരും ആ സൈഡിൽ, അത് നമ്മളിങ്ങനെ പിരിച്ചെടുക്കുന്നു. ഈ സൈഡും നമുക്കതുപോലെ പിരിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതില് ഈ 2 ലൈൻ വരുന്ന ഈ ഭാഗം നമ്മുടെ പോസിറ്റീവ് ഔട്ട്പുട്ട്, അതിന്റെ സെയിം ഓപ്പോസിറ്റ് ഈ 2 ലൈൻ ഇല്ലാത്ത ഭാഗം നമുക്ക് നെഗറ്റീവ് ഔട്ട്പുട്ട്. ഈ സൈഡിലൊരു ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻ, ഈ സൈഡിലൊരു ട്രാൻസ്ഫോമറിന്റെ കണക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പാസിറ്റർ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ഈ സൈഡിൽ. നമുക്കൊന്ന് സോൾഡർ ചെയ്യാം. ഇപ്പോൾ ട്രാൻസ്ഫോമറിന്റെ സോൾഡറിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഫിൽട്ടർ കപ്പാസിറ്റർ ആണ്. പോസിറ്റീവ് സൈഡിൽ, കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് ഈ നെഗറ്റീവ് സൈഡിൽ. ഓൺ ചെയ്ത് ഇവിടുത്തെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നെഗറ്റീവ് കൊടുക്കുന്നു, ഇവിടെ പോസിറ്റീവ്. .83 വോൾട്ട് നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്.